ഇതേതാ സ്ഥലം എന്നായിരിക്കല്ലേ നിങ്ങളിപ്പം കരുതുന്നുണ്ടാവാ? ആന്നേ, അതന്നെ നമ്മുടെ മിനി ഗോവ, കോഴിക്കോടിൻ്റെ സ്വന്തം ഗോവ. പയ്യോളിയിലെ കോളാവിപ്പാലം ബീച്ചാണിത്. അതായത് നല്ല ശാന്തമായ കടലാണ്. ഇങ്ങനെ ശാന്തമായിരിക്കുന്നതൊന്നും നോക്കണ്ട, ഇടയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു തിരമാലകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്ന് കാണുകയിൽ അത് നല്ല ശ്രദ്ധിച്ചിട്ടാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുന്നൊരു ഏരിയ തന്നെയാണ്. ഞങ്ങളിവിടെ എത്തിയ സമയത്തൊന്നും അധികം തിരക്കുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ആളൊക്കെ കുറവാണ്. അത് കണ്ടില്ല, അതിൻ്റെ അടുത്തൊരു മരമുണ്ട്, അതിൻ്റെ മുകളിലൊക്കെ കയറാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, ഈ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ഒരു വലിയൊരു അത്യാവശ്യം വലിപ്പമുള്ള തിര തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരത്തിൻ്റെ മുകളിലൊക്കെ നല്ലോണം പിടിച്ചൊക്കെ നിൽക്കുക, അതൊക്കെ ഡേഞ്ചറാണ് കേട്ടോ, അത്യാവശ്യം റിസ്ക്കാണ്. നല്ലോണം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ പോയി നിൽക്കാൻ പാടുള്ളൂ. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇതിൽ ഈ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ റിസ്ക് എടുത്തുങ്ങായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് കാണുമ്പോൾ ആലോചിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല സന്തോഷമല്ലേ. ഇതൊക്കെ ഇവിടെ ഒരുപാട് കണ്ടൻ കാടുകളുണ്ട്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല കണ്ടൻ കാടുണ്ട്. കണ്ടൻ കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. കുറേയൊക്കെ ഞങ്ങൾ അതിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കേട്ടോ. കാട്, അതുപോലെ തന്നെ നല്ല കടൽ, ശാന്തമായ കടൽ. അങ്ങനെ ഞങ്ങൾ കുറേ അതിലൊക്കെ നടന്നപ്പോൾ ഉമ്മ അവിടെ ചെറിയൊരു മരം ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുത്ത്. വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. അങ്ങനെ ഇത് തന്നെയല്ല കേട്ടോ, ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഫുള്ളൊന്നും ഇതിൽ ഇടാൻ പറ്റിയിട്ടില്ല. ഇവിടെ കാണാത്തവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വന്ന് കാണേണ്ട സ്ഥലങ്ങളാണ്. മിനി ഗോവ അടിപൊളിയാണ് കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്, ഞങ്ങൾ തിരിച്ചു പോകണം. 45 കിലോമീറ്റർ ഓടാനുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ